ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമായ ട്യൂബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബഹ്റൈനിലുള്ള. അപ്പോൾ ഞാൻ ബഹ്റൈനിൽ വന്നിട്ട് ഏകദേശം 2 ആഴ്ച ആവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇന്നൊരു ഓഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫിൻ്റെ ദിവസം ഞാൻ ബഹ്റൈനിൽ ഈ മനാമ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ജസ്റ്റ് ബസ് വഴി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടുത്തെ ബസ് സർവീസ് എങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ടിക്കറ്റിൻ്റെ കാര്യങ്ങളും എത്രയാണ്, എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ബസ് സ്റ്റേഷനാണ് ഇത്. ജസ്റ്റ് ഇവിടെ ഒരു തൂണ് മാത്രം വെച്ചിട്ടുള്ളൂ 17 എഴുതിയിട്ട്. അതാ ബസ് വരുന്നുണ്ട്. അപ്പോൾ ബസ് നമ്പർ 17 എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് 300 ഫീസ് എന്നാണ്. ജസ്റ്റ് ഞാൻ 300 ഫീസ് കയ്യിൽ വെച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ബസ്സിൽ ഫീസ് കൊടുത്തിട്ട് എന്താ സംഭവം എന്നുള്ളത് ബാക്കിയിൽ നോക്കിയിട്ട് കാണാം. ബസ്സിൻ്റെ ഉള്ളിൽ കയറാം എന്നറിയില്ല. പൈസ കൊടുത്തു വരാം. സംഭവം ബഹ്റൈൻ ചെറിയ രാജ്യമാണെന്നുണ്ടെങ്കിലും മനാമ വരെ വരാൻ 45 മിനിറ്റിൻ്റെ മുകളിലെടുത്തു. നല്ല ട്രാഫിക് ആയതുകൊണ്ട്. ഇപ്പോൾ മനാമ ബസ് സ്റ്റാൻഡിലുള്ളത്. ഞാൻ ബസ് സ്റ്റാൻഡ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബസ് സ്റ്റാൻഡ്. ചെറിയ ബസ് സ്റ്റാൻഡാണ്, അധികം വലിപ്പമൊന്നുമില്ല. ചെറിയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ബസ് സർവീസിൻ്റെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, 300 ഫീൽസേ ഉള്ളൂ. അതായത് സൗദി അറേബ്യയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം സൗദി അറേബ്യൻ എമൗണ്ട് പറയുകയാണെങ്കിൽ 3 റിയാൽ. പിന്നെ എന്താ വെച്ചാൽ ബസ് നോക്കുമ്പോൾ കുറച്ച് ഓൾഡ് ടൈപ്പാണ്. നല്ല AC എയർ കണ്ടീഷനും കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. പക്ഷേ സൗദി അറേബ്യത്തെ ബസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. റിയാദിൽ ഉള്ള പുതിയ ബസ്സിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഇനി ഞാനിവിടെ ജസ്റ്റ് ഇവിടുത്തെ മാർക്കറ്റ് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, മനാമ മാർക്കറ്റ്. അങ്ങനെ നമുക്ക് മാർക്കറ്റിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ഇനി നടക്കുന്നത് ബഹ്റൈൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ. നല്ല തിരക്കില്ല മാർക്കറ്റാണ്. ജസ്റ്റ് ബത്ത മാർക്കറ്റൊക്കെ പോലെ തന്നെ. പക്ഷേ ബത്ത മാർക്കറ്റിനേക്കാളും കുറച്ചും കൂടിയും വൃത്തിയുണ്ട്. ഞാനിപ്പോൾ റിയാദിലെ ബത്ത മാർക്കറ്റ് എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ അതിലെ കുറച്ചും കൂടി കുറച്ചും കൂടി വെൽ ഓർഗനൈസ്ഡ് ആണ്. കുറച്ചും കൂടി വൃത്തിയുണ്ട്. കുറച്ച് ബഹളങ്ങൾ കുറവാണ്. കുറച്ചും കൂടി നല്ല ഒരു വൃത്തിയുള്ള പോലെ റോഡുകളൊക്കെ ഉണ്ടല്ലോ. നല്ല നീറ്റാണ്. ഒക്കെ കച്ചറകളായിട്ട് അങ്ങനെ തോന്നണില്ല എനിക്ക്. കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റോഡും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഒക്കെ ധൈര്യമായിട്ട് എടുക്കുക. മറ്റോടൊന്ന് വീഡിയോ എടുക്കാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ധൈര്യമായിട്ട് വീഡിയോ എടുക്കുക, ഒരു കുഴപ്പമില്ല, ഉഷാറാണ്. അങ്ങനെ ഏകദേശം മാർക്കറ്റ് ഒരുവിധം കണ്ട് കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് കണ്ട് റൗണ്ട് അടിച്ച് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ചായ കുടിക്കാം. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാം. ജസ്റ്റ് മാർക്കറ്റിൻ്റെ ചെറിയൊരു വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചായ എങ്ങനെ നോക്കാം. ചായ നാടതേ ചായ. ബസ് സ്റ്റാൻഡിൻ്റെ ഒട്ടിപ്പുറത്താണ്
കട, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ചായ, കടി എന്തെങ്കിലും മേടിക്കാം. ഇനി തിരിച്ച് നമുക്ക് വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം. മാർക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ തിരിച്ച് അധികം വൈകാതെ തന്നെ റൂമിലെത്തണം. അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമ്മുടെ 17 നമ്പർ ബസ്സാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. ഇനി നമുക്ക് ബസ്സിന് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനെ ഞാൻ മാർക്കറ്റെല്ലാം കണ്ട് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാർക്കറ്റെല്ലാം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കമ്പാരിസൺ പോലെ ചെയ്യാണ്. ഇപ്പോൾ ബത്തയിലെ മാർക്കറ്റ്, സൗദി അറേബ്യയിൽ ഒരുപാട് കാലം ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ബത്തയിൽ ഇതുപോലൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഡിഫറൻസാണ് നമ്മളെ ഇപ്പോൾ ഈ കണ്ട മനാമയിൽ കണ്ട മാർക്കറ്റുകൾ. നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് അവർ മാർക്കറ്റ് കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ ഈ ഓവറായിട്ട് നിലത്തൊക്കെ എന്താ പറയുക വെച്ച് സെയിൽ ചെയ്യണതൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു മനാമയുള്ളത്. അതുപോലെ തന്നെ കുറച്ചുകൂടി സൈലൻ്റാണ്, ഭയങ്കര ഒച്ച കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് നല്ല ഫ്രീഡം ഉണ്ട്. സൗദിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഫ്രീഡം ഉള്ള ഏരിയയാണ് ആ മാർക്കറ്റും കാര്യങ്ങളും. പൊതുവേ ബഹ്റൈൻ അത്യാവശ്യം നല്ല ഫ്രീഡം ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.